ക്ഷേത്രസന്നിധി. നമസ്കാരം. പറക്കാട് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്രസന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശക്കല്ല് ശ്രീപാർവതി സ്വയംഭൂ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ അടിമാലി പഞ്ചായത്തിൽ പരിശക്കല്ല് എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ശ്രീപാർവതി സ്വയംഭൂ ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നവർ കോതമംഗലത്ത് നിന്നും നേര്യമംഗലം പാലം കടന്ന് 6 മൈൽ ജംഗ്ഷനിൽ നിന്നും മാമലക്കണ്ടം റോഡിലൂടെ ഇരുമ്പുപാലം ഭാഗത്തേക്ക് ഉദ്ദേശം 9 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. കൂടാതെ മൂന്നാർ അടിമാലി ഭാഗത്തു നിന്നും വരുന്നവർ ഇരുമ്പുപാലം ജംഗ്ഷനിൽ നിന്ന് പടിക്കപ്പ് റോഡിലൂടെ ഉദ്ദേശം 5 കിലോമീറ്റർ സഞ്ചരിച്ചാലും പരിശക്കലിലുള്ള ഈ ശ്രീപാർവതി സ്വയംഭൂ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. ക്ഷേത്രസന്നിധി. നമ്മളിപ്പോൾ നിൽക്കുന്നത് പരിശക്കല്ല് ശ്രീപാർവതി സ്വയംഭൂ ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. ശ്രീപാർവതി സ്വയംഭൂ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കിഴക്കോട്ട് ദർശനമായി വണരുള്ളുന്ന സ്വയംഭൂവായ പാർവതി ദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പാർവതി ദേവിയെ കൂടാതെ സ്വയംഭൂവായ മഹാദേവൻ, മഹാഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ് എന്നിവരുടെ പ്രതിഷ്ഠകളുമുണ്ട്. കൂടാതെ ഉപപ്രതിഷ്ഠയായി ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സർപ്പക്കാവും സർപ്പക്കാവിനോട് ചേർന്ന് ഒരു ആമ്പൽക്കുളവും ഇവിടെയുണ്ട്. കൂടാതെ ഒരു മലദൈവത്തറയും ഇവിടെയുണ്ട്. ശ്രീപാർവതി ദേവിയുടെയും മഹാദേവന്റെയും മഹാഗണപതിയുടെയും ദർശനം കിഴക്കോട്ടാണെങ്കിലും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനം തെക്ക് കിഴക്കോട്ടും ശാസ്താവിൻ്റെ ദർശനം വടക്ക് കിഴക്കോട്ടുമായിട്ടാണ്. ശ്രീകോവിലില്ലാതെ ഉദ്ദേശം 1.5 ഏക്കർ ചുറ്റളവിൽ 150 അടിയോളം ഉയരത്തിൽ സ്വയംഭൂവായ ശിവകുടുംബം വാണരുളുന്ന ലോകത്തിലെ ഏക ക്ഷേത്രമാണ് പരിശക്കല്ല് പാർവതി സ്വയംഭൂ ക്ഷേത്രം എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. പുരാതന കാലത്ത് ആദിമ നിവാസികൾ വെച്ചാരാധന നടത്തിയിരുന്ന ക്ഷേത്രമായിരുന്നു ഈ പരിശക്കല്ല് ശ്രീപാർവതി സ്വയംഭൂ ക്ഷേത്രം. പാർവതി ദേവിയോടൊപ്പം ശിവകുടുംബത്തെയും മലദൈവങ്ങളെയും അവർ ആരാധന നടത്തി വന്നിരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും കുടിയേറ്റക്കാരുടെ ഇടപെടലുകൾ കൊണ്ടും ആദിമ നിവാസികൾ ഇവിടെ നിന്നും ഉൾക്കാടുകളിലേക്ക് പോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ആളുകൾ കുടിയേറി പാർത്തു. ഈ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്നവർക്കും നാട്ടുകാർക്കും പലവിധ രോഗങ്ങളും ദുരിതങ്ങളും വന്നുയർന്നു. ഇതിന്റെ കാരണം അന്വേഷിച്ചവർക്ക് അറിയാൻ കഴിഞ്ഞത് പണ്ടു കാലത്ത് ആദിമ നിവാസികൾ ആരാധന നടത്തിയിരുന്ന ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്നും ആ ക്ഷേത്രം പൂജാതി കർമ്മങ്ങളില്ലാതെ അന്യാധീനപ്പെട്ട് മുടിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിലുള്ളവർക്കും പരിസരവാസികൾക്കും ദുരിതങ്ങളും മാറാവ്യാധികളും ഉണ്ടായതെന്ന് മനസ്സിലായി. പിന്നീട് നാട്ടുകാർ ചേർന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നവിധി തേടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാടിൻ്റെ നന്മയ്ക്കും ദുരിതങ്ങൾ അകലുന്നതിനുമായി പ്രശ്ന പരിഹാരാർത്ഥം ഈ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ സ്വയംഭൂ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമായി മാറുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചതോടെ ഈ നാട്ടിലെ ദുരിതങ്ങളും പ്രശ്നങ്ങളും മാറാവ്യാധികളും ഇല്ലാതായി. ഇതേ തുടർന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്ന ആദിമ നിവാസികളുടെ പരമ്പരയിൽപ്പെട്ടവരെ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവരികയും അവർക്ക് പ്രഥമ സ്ഥാനം നൽകി ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തുവാനുള്ള അനുവാദം നൽകുകയും ചെയ്തു. ഇന്നും ഈ ക്ഷേത്രത്തിലെ മലദൈവത്തറയിൽ വിളക്ക് വയ്ക്കുന്നത് ആദിമ നിവാസികളാണ്. ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളിൽ മലദൈവത്തറയിൽ വിളക്ക് വെച്ച ശേഷം മാത്രമേ മറ്റ് പൂജാതി കർമ്മങ്ങൾ നടത്താറുള്ളൂ. അത്രയ്ക്കും പ്രാധാന്യമാണ് ഇവിടെ ആദിമ നിവാസികൾക്ക് നൽകി വരുന്നത്. ഞങ്ങൾ ആദിവാസിപ്പെട്ട മുഴുവൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. പണ്ട് കാലത്ത് എൻ്റെ അപ്പൻ്റെ ഉണ്ടായ കാലം മുതൽ ഞങ്ങളുടെ ആൾക്കാർ പൂച്ചപ്പാറ പാറ എന്ന് പറഞ്ഞ പാറയിൽ നെല്ലിടിക്കും, ഒല്ലിയിലിട്ട് ഇടിച്ച് പാല് എടുത്ത് പാത്രത്തിൽ കൊണ്ടുവരും. അമ്മയ്ക്ക് കിഴങ്ങും തേനും കൊണ്ടുവന്ന് പൂജിച്ച് അവിടെ താലപ്പൊലിയോടെ ഞങ്ങൾ വരുള്ളൂ ഇങ്ങോട്ട് ഞങ്ങളുടെ ആൾക്കാർ. അങ്ങനെ കഴിഞ്ഞുകൂടി ക്ഷേത്രമാണ് ഞങ്ങളുടെ ആദിവാസികളുടെ ക്ഷേത്രമാണ്. ഇന്നും ഞങ്ങൾ നാട്ടുകാരും എല്ലാവരും ഒത്തൊരുപാടോടെ കഴിഞ്ഞു കൂടുന്നു.
അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അമ്മ നമ്മളെ കൈവിടില്ല. ഒരു നേരെങ്കിലും അമ്മ നമുക്ക് തന്നിരിക്കും. നമ്മൾക്ക് പറഞ്ഞ കാര്യം നടക്കണുണ്ട്, ഞങ്ങൾക്ക് നടന്നും കിട്ടുന്നുണ്ട്. ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇതിൽ തുടങ്ങണമെങ്കിൽ ഞങ്ങൾ മലദൈവങ്ങൾക്ക് വിളക്കം വെച്ച് പ്രാർത്ഥിച്ച് തൊഴുത് ഞങ്ങൾ പിന്നെ മറ്റു കാര്യത്തിലേക്ക് കടക്കുകയുള്ളൂ. ഞങ്ങളുടെ കാരണന്മാരെ ആചാരം ഇപ്പോഴും ഞങ്ങൾ കൊണ്ടു നടക്കണം. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ജാതി മത ഭേദമില്ലാതെ ഒന്നിച്ച് കഴിഞ്ഞുകൂടി കട്ടുകെട്ടി കൊണ്ടുപോകണം, നടക്കണം. 150 അടിയോളം ഉയരമുള്ള ഈ ശിവകുടുംബത്തെ വലം വെച്ച് ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉദ്ദിഷ്ടകാര്യ സിദ്ധിയും കൈവരും എന്നുള്ളതാണ് ക്ഷേത്ര വിശ്വാസവും അനുഭവവും. പരിശക്കല്ല് ശ്രീ സ്വയംഭൂ പാർവതി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതുപോലെ ഒരു പ്രതിഷ്ഠ ഉള്ള ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു ശ്രീകോവില് വേറെ എങ്ങും ഉണ്ടാവില്ല. നമ്മളൊരു ശൂലം ഇവിടെ അതിൻ്റെ ഒരു ഇത് മൊത്തത്തിൽ ഇതാണ്, ഈ മലയാണ് ദേവിയായിട്ട് സങ്കല്പിക്കുന്നത്. എൻ്റെ ചെറുതായിട്ടൊരു ശൂലം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ പൂജിക്കുമ്പോൾ മലയെ വേണം പൂജിക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു അമ്പലം ഈ നാട്ടിലെങ്ങും ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം അറിയാവുന്നവർ അല്ലെങ്കിൽ അറിഞ്ഞവർ ഇവിടെ ഈ വർഷത്തിലുള്ള ദിവസങ്ങളിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഐശ്വര്യങ്ങളും ദേവിയുടെ കടാക്ഷമൊക്കെ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പരിശക്കല്ല് ശ്രീ സ്വയംഭൂ പാർവതി ക്ഷേത്രത്തിലെ താന്ത്രിക വാസം മനയത്താറ്റില്ലത്ത് ബ്രഹ്മശ്രീ ആര്യൻ നമ്പൂതിരിക്കാണ്. അദ്ദേഹമാണ് ഇവിടെ 12 വർഷം മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തി. അതിനുശേഷം എല്ലാ വർഷവും ഈ മേടത്തിലെ അത്തം ചിത്തിര നാളിൽ പ്രതിഷ്ഠാദിനമായി ഉത്സവം പോലെ കൊണ്ട് ആടുന്നു. ഞാൻ ഇവിടെ മേശാന്തിയായിട്ട് അതിനുശേഷം ഈ പ്രതിഷ്ഠയ്ക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ തവണയും മേശാന്തിയായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംവര പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഒരു ദിവസത്തെ പൂജ, സമ്പൂർണ്ണ പൂജ, പിന്നെ ഗണപതി ഹോമം, സർപ്പത്തിന് 100 പാലും, അതൊക്കെയാണ് പ്രധാന വഴിപാടുകൾ. പരിശക്കല്ല് ശ്രീപാർവതി സ്വയംഭൂ ക്ഷേത്രത്തിലെത്തി ശിവകുടുംബത്തെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും സാധിക്കുമെന്നാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ പറയുന്നത്. ഒരു ദിവസം വീട്ടിൽ എനിക്ക് ആദ്യം ഉണ്ടായ ഒരു അനുഭവം, വീട്ടിലൊരു പശു പ്രസവിച്ചു. അപ്പം ഈ പശുവിനെ കൊണ്ട് ഞാൻ ഇതിലെ പോയി ഞാൻ തോട്ടി കൊണ്ടുപോയി ആ പശുവിനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ അമ്പലത്തിൻ്റെ ആ വേരയൽ അവിടെ നല്ല തണലാണ്, അവിടെ കൊണ്ടുവന്ന് കെട്ടി നിർത്തി വെച്ച് ഞാൻ വീട്ടിൽ കയറിപ്പോയി. പ്രസവിച്ചതിൻ്റെ 3-ാം പൊക്കം വീട്ടിൽ കയറിപ്പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതിനെ അഴിച്ചുകൊണ്ട് പോകാൻ ഞാൻ വന്നപ്പോൾ ഞാൻ കെട്ടിയ പശു അല്ല, ഒരു 3 പശുവിൻ്റെ വലിപ്പമായിട്ട് ഈ പശു നിൽക്കുവാണ്. അതിൻ്റെ തലയൊക്കെ അങ്ങനെ ഒത്തിരി വലുതായിട്ട് എനിക്കാകെ ഒരു വിഷമവും പേടിയായി. ഞാൻ ഇതിനെ അഴിച്ചു കൊണ്ടുപോയി വീട്ടിൽ കെട്ടിക്കഴിഞ്ഞേച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് താമസിക്കുന്ന അയൽവാസിയായ ഒരു ഉമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. ഇത് കണ്ട ഉമ്മ, എൻ്റെ പശു നിൽക്കുന്നത് ഇതെന്തു സംഭവിച്ചെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഉമ്മ ചോദിച്ചു, നീ എന്നാ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ തോട്ടി കൊണ്ടുപോയി കുളിപ്പിച്ചു, ഇന്നടുത്ത് കെട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ നേരത്തെ മുതൽ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അപ്പം അയ്യോ, നീ പ്രസവിച്ച് 3 ദിവസമായ പശുവിനെയല്ല അവിടെ കെട്ടിയത്, അത് അമ്മയുടെ കോപമായിരിക്കാനേ സാധ്യതയുള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, ഒരു 1 രൂപ എടുത്ത് ഈ പശുവിനൊഴിഞ്ഞ് നീ ആ അമ്പലത്തിൽ അവിടെ നേർച്ചയിട്ടേക്ക്, അവിടെ ഒരു കല്ലൊക്കെ ഉണ്ട്, ഒരു പഴയ വിളക്കുമൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചേച്ച് വന്ന് ഈ പറഞ്ഞ വഴിപാട് നടത്താൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് ഇത് നടത്തി. ഞാൻ ഇവിടുന്ന് ഈ വഴിപാട് ഇട്ടേച്ച് വീട്ടിൽ ചെന്നപ്പം നേരത്തെ പശുവായി. അത്ഭുതം, അമ്മയുടെ അത്ഭുതം എന്താണെന്നോ അതുപോലെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. പിന്നെ ഈ അടുത്ത നാളിലുണ്ടായ ഒരു അനുഭവം പറഞ്ഞെന്നാൽ, എൻ്റെ ചേട്ടന് സുഖമില്ലാണ്ടായെന്ന് പറഞ്ഞെന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കുകയല്ല, തീർത്തങ്ങോട്ട് എണീറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുക. എന്നിട്ട് ആകെ വിഷമമായി. അതിലേതിലൊക്കെ ആശുപത്രി കൂടിയൊക്കെ കൊണ്ടുപോയി. അത് വന്നു കഴിഞ്ഞേച്ചിട്ട് എന്തായാലും ഈ ഭക്ഷണം കഴിക്കാത്തത് ഈ മകന് ഭയങ്കര വിഷമിച്ച് ഒരു കപ്പകൃഷിക്ക് ഉണ്ട്, അതിൻ്റെ അകത്ത് പോയി അവൻ വൈകിട്ട് കിടക്കാൻ നേരത്ത് അവൻ പറഞ്ഞു, എൻ്റെ അച്ഛന് സുഖമായി, ഭക്ഷണം കഴിക്കാറാവണം അമ്മേ, അതിനെന്നെ അനുഗ്രഹിക്കണം. ഈ ആണ്ടി ഞാൻ അമ്മയ്ക്ക് അന്നദാനം ഇവിടെ നടത്തിയേക്കാമെന്ന് നിശ്ചയിച്ചു. ഈ കിടന്ന മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് എന്നോട് പറഞ്ഞു, ചോറ് ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു.
ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട് എന്തിയേ, എന്നാൽ ഒരു ശകലം ഇങ്ങനെ തന്നെ ഇച്ചിരി കഴിക്കാമെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ ചോറ് വിളമ്പി കൊടുത്തു, ആ ഭക്ഷണം കഴിച്ചു. അന്നേച്ച് മകൻ രാവിലെ വന്നപ്പം ഞാൻ മകനോട് പറഞ്ഞു, എടാ ഇന്നലെ അച്ഛൻ എന്നോട് ചോറ് വേണമെന്ന് പറഞ്ഞു. ഉടനെ അവൻ കൈ കൂപ്പി പിടിച്ചോണ്ട് പറഞ്ഞു, അമ്മയുടെ ശക്തി ചില്ലറയല്ല അമ്മേ എന്ന് പറഞ്ഞു. ഇന്നേരമാണ് എന്നോട് പറയുന്നത്, ഞാൻ ഇന്ന പോലെ ചെയ്തു. നിധി അടുത്ത ദിവസം നടന്ന സംഭവമാണ്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുള്ളതാണ്. ഇത്രയും ശക്തിയുള്ള ഒരു ദേവാലയം വേറെ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മകന് ഒത്തിരി അടുത്ത് കല്യാണം പറയുകയും എടുക്കുകയൊക്കെ ചെയ്തു, നടന്നില്ല. ലാസ്റ്റ് ഞാൻ ഈ അമ്മയുടെ ഇരിക്കാൻ വന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പം എൻ്റെ തന്ത്രിയും ജയനും പറഞ്ഞു പട്ടും താലിയും വെക്കാൻ പറഞ്ഞു. ഞാൻ പട്ടും താലിയും വെക്കാതെ ഈ അമ്മയുടെ ഇരിക്കൽ 9 വെള്ളി ഞായറാഴ്ച വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, വിളക്കും വെച്ച് പ്രാർത്ഥിച്ച് അടിച്ചു വാരിയച്ച് വീട്ടിൽ പോയി. 6ൻ്റെ അന്ന് എൻ്റെ മകൻ എന്നോട് പറഞ്ഞു ഞാനും വരുവാന്നും പറഞ്ഞു വന്നു. അവനോട് വന്ന് വിളക്ക് വെച്ച് ഈ നടക്കേ നിന്ന് പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി പെണ്ണ് കണ്ടു, ഞാൻ കിട്ടിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം തികയുന്നതിന് മുമ്പ് അവൻ ഈ നടക്കേ വെച്ച് പട്ടും താലിയും വെക്കാൻ പറഞ്ഞിട്ട് ഞാനത് വെക്കാതെ ഈ നടക്കേ വെച്ച് എൻ്റെ മകനെ ഞാൻ പെണ്ണ് കെട്ടിച്ചു. ആ വകുപ്പിൽ 4 മക്കളുണ്ട്. അതിലൊരെണ്ണത്തിൻ്റെ പേരിട്ടതും അന്നദാനം കൊടുത്തതും ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ്. എൻ്റെ അമ്മ എല്ലാ കാര്യവും ഇന്ന് വരെ ഞാൻ തന്നെ താമസിക്കുന്നവളാണ്. 4 വർഷമായി ഞാൻ തനിച്ച് താമസിക്കാൻ നിങ്ങോട്ട്. എൻ്റെ മൂത്ത മോൻ പെണ്ണ് കെട്ടി, അവനിക്കാ 4 പിള്ളേരുള്ളൂ, അതാണ് പെണ്ണ് കെട്ടിയത്. ഇളയവൻ പെണ്ണ് കെട്ടി അവിടെ അടുത്തെടുത്താ. എൻ്റെ മൂത്ത മോളെ കെട്ടിച്ചത് മാമലയില. അതുപോലെ അതും ഞാൻ ആവശ്യപ്പെട്ടു. അത് ഞാൻ ആവശ്യപ്പെട്ടു. എൻ്റെ അമ്മ എൻ്റെ മകൾക്ക് ഒരാളെ വരാവുള്ള, ഒരാൾ വന്ന് എൻ്റെ മകളെ കെട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിക്കൊണ്ട് പോയി. ഇന്ന് വരെ ഒരു കുഴപ്പവും ഇല്ലാതെ അവൾക്ക് 3 പെൺപിള്ളേരുമായിട്ടും അവൾ മാമലയിൽ താമസിക്കുന്നു. എൻ്റെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് ഇന്നും ഉണ്ട്. എനിക്ക് നല്ല വിശ്വാസം. ആരെന്തെല്ലാം പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ല, ഞാനത് സമ്മതിച്ച് കൊണ്ടു നടക്കുന്നവളാണ്. എൻ്റെ മോൻ്റെ കല്യാണം നടക്കാതിരുന്നപ്പോൾ ഞാനിവിടെ ദേവിയോട് പ്രാർത്ഥിച്ചു, പട്ടും താലിയൊക്കെ കൊടുത്തു. ആ വർഷം തന്നെ കല്യാണം നടന്നു. ഈ അമ്പലം ഇവിടെ നമ്മൾ ആയ പിന്നെ എല്ലാവർക്കും തന്നെ, ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ച് നല്ലൊരു ജീവിതമാണ് ഉണ്ടായിരിക്കുന്നത്. പരിശക്കല്ല് ശ്രീപാർവതി സ്വയംഭൂ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് വർഷത്തിൽ 2 ദിവസം മാത്രമേ പൂജാതി കർമ്മങ്ങൾ നടത്താറുള്ളൂ. എങ്കിലും ഈ ക്ഷേത്രത്തിൽ എപ്പോൾ വേണമെങ്കിലും ഭക്തജനങ്ങൾക്ക് ദർശനം നടത്താം എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. എൻ്റെ പരിശക്കല്ലമ്മയാണ് ഞങ്ങളെ ഇന്ന് ഇവിടം വരെ, ഞാൻ ഇന്ന് ഈ സന്നിധിയിൽ ഇത്ര സന്തോഷവതിയായിട്ട് നിൽക്കണതിൻ്റെ എൻ്റെ അനുഗ്രഹം, എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹം എൻ്റെ പരിശക്കല്ലമ്മയാണ്. 12 വർഷമായിട്ട് ഞങ്ങൾ ഇന്നും രാവിലെ ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ എൻ്റെ പരിശക്കല്ലമ്മ എന്നൊരു നാമം മാത്രമേ ഞങ്ങൾ ജപിക്കാറുള്ളൂ. അത്രമേൽ ഞങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിച്ചവളാണ് ഞങ്ങളുടെ പരിശക്കല്ലമ്മ. എൻ്റെ ജീവിതം ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടിലൊക്കെ ഞാൻ വന്നപ്പോഴും കണ്ണീരോടുകൂടി നടയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച വ്യക്തിയാണ് ഞാൻ. പൊങ്കാലയിടുമ്പോഴാണെങ്കിലും കണ്ണുനീരോടുകൂടി. കാരണം എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, അവർക്ക് രോഗപീഠകളോ അതല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിനൊക്കെ ഒരുപാട് മാറ്റം ഈ ദേവിയുടെ നടക്കിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന അത്ഭുതങ്ങളും മാറ്റങ്ങളും എല്ലാം എൻ്റെ പരിസരവാസികൾക്കും അറിയാം. ഒരു ഒറ്റമുറി വീട്ടിൽ നിന്ന്, അതായത് ചെറ്റക്കുടിൽ നിന്ന് ഞങ്ങളെ ഇത്രത്തോളം എത്തി, നല്ലൊരു വീട്, ഉടുക്കാൻ വസ്ത്രം, കഴിക്കാൻ നല്ല നല്ല ആഹാരങ്ങൾ എല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞരുളിയ ഞങ്ങളുടെ എല്ലാമായ പരിശക്കല്ലമ്മ. ഇനി ലോകത്ത് ഏതൊക്കെ അമ്പലം ഉണ്ടെങ്കിലും ഏതൊക്കെ ക്ഷേത്രം ഉണ്ടെങ്കിലും ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം ഞങ്ങളുടെ പരിശക്കല്ലമ്മ തന്നെയാണ്. ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും എത്ര ദുരിതം ഞങ്ങൾ തയ്യാറാണ്. ഈ അമ്മയുടെ പ്രശസ്തി ലോകമെമ്പാടും അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. കാരണം അത്രമേൽ ഞങ്ങളെ അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കും തന്നെ ഞങ്ങളുടെ വിശ്വാസം. ഒരു കാര്യം പോലും അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അമ്മ എനിക്ക് തരണം അല്ലെങ്കിൽ അമ്മ എനിക്കിത് ആവശ്യമുണ്ട് എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം ഈ നടയിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. പൊങ്കാലിടുമ്പോഴാണെങ്കിലും താലം എടുക്കുമ്പോഴാണെങ്കിലും അമ്മയുടെ മുമ്പിൽ കണ്ണിനോട് പ്രാർത്ഥിക്കുകയുള്ളൂ. എനിക്കിത് ആവശ്യം ഒരിക്കലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് ഇന്നത് തരണം എന്ന് ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ മനസ്സ് കണ്ടറിഞ്ഞ് എന്നെ നിറഞ്ഞ് അനുഗ്രഹിച്ചതാണ് എൻ്റെ ഈ പരിശക്കല്ലമ്മ. എൻ്റെ ഈ പരിശക്കല്ലമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല, എൻ്റെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളാണെങ്കിലും ഇത്ര നാളായി, മൂത്തമ 22 വയസ്സായി, ഇന്ന് വരെ ഒരു അനാവശ്യമായ കൂട്ടുകെട്ടിലോ അതല്ലെങ്കിൽ വിട്ടൊരു സഞ്ചാരത്തിലോ ഒന്നും എൻ്റെ മകൻ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ഭർത്താവ് കടുത്ത മദ്യപാനിയായിരുന്നു. ഈ അമ്പലമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് കണ്ണുനീര് അനുഭവിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഭർത്താവിൽ നിന്നുള്ള ബുദ്ധിമുട്ട്, മക്കൾ കുഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് എല്ലാം ഈ നടക്കിൽ വന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച ഓരോ വർഷം പൊങ്കാലിടുമ്പോഴും ഞാൻ കരഞ്ഞാണ് പൊങ്കാലിട്ടത്. ദേവി എൻ്റെ കണ്ണീര് കണ്ടു, എൻ്റെ സങ്കടങ്ങൾ കണ്ടു. ആ ഒരു ഇതിൽ എൻ്റെ ഭർത്താവ് ഇന്ന് ഏറ്റവും നല്ലൊരു വ്യക്തിയായി മാറി, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി.
എൻ്റെ മക്കളാണെങ്കിലും ആർക്കും ഒരു മോശം പറയാനില്ല. ഞങ്ങളുടെ വീടാണെങ്കിലും നല്ലൊരു വീട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ പെരിച്ചക്കല്ലമ്മ തന്നിട്ടുണ്ട്. ഇനിയും എന്നെ അനുഗ്രഹിക്കും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ സഹോദരിയുടെ വിവാഹം നടക്കാൻ താമസമായിരുന്നു. ഞാനിവിടെ വന്ന് പട്ടും താലിയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിന്നത്തെ വർഷം ഉത്സവമായപ്പോഴത്തേനും അവളുടെ വിവാഹമൊക്കെ നടന്നു. പിന്നെ കുഞ്ഞുണ്ടാവാൻ അവൾക്ക് താമസമായിരുന്നു. അപ്പം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ചോറ് കൊടുത്തേക്കാമെന്ന് നേർന്ന് അവൾക്കൊരു മകൻ ജനിച്ചു. പിന്നത്തെ ഉത്സവത്തിന് ഞാൻ ചോറ് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചിറ്റയുടെ മകൾക്ക് കുഞ്ഞുണ്ടാവുന്നില്ലായിരുന്നു. അതും ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥിച്ച് ഇവിടെ ചോറ് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് അവർക്ക് ആ മാസം തന്നെ വിശേഷമായി. അത് ഇതുപോലെ തന്നെ ഉണ്ടായി. 6 മാസം കഴിഞ്ഞപ്പം ഇവിടെ വന്ന് ചോറ് കൊടുത്ത് സന്തോഷമായിട്ട് അവർ പോയി. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. കുംഭമാസത്തിലെ അത്തം ചിത്തിര നാളുകളിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്തിര മഹോത്സവം വലിയ ആഘോഷത്തോടെ ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വയംഭൂ ശിലാവിഗ്രഹമുള്ള പരിശക്കല്ല് ശ്രീപാർവതി സ്വയംഭൂ ക്ഷേത്രത്തിൽ നിരവധി നവീകരണ പ്രവർത്തനങ്ങളും പുരോഗമന പ്രവർത്തനങ്ങളുമായി ക്ഷേത്ര ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷമായിട്ട് മേടമാസത്തിലാണ് ഇവിടെ ഉത്സവം നടന്നുകൊണ്ടിരുന്നത്. 2026 മുതൽ കുംഭമാസത്തിലെ അത്തം ചിത്തിര നാളിൽ നടത്താനാണ് ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കമ്മിറ്റിയുടെ തീരുമാനം. ഇവിടുത്തെ ഉത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 ദിവസമായിട്ടാണ് ഉത്സവം നടത്തുന്നത്. അത്തം ചിത്തിര നാളാണ് ദേവിയുടെ നാള്. താലപ്പൊലി, ഘോഷയാത്ര, ചെണ്ടമേളം, വിവിധ കലാരൂപങ്ങൾ ആയിട്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരെ നിന്നും അവിടെ ക്ഷേത്ര ഭണ്ഡാരമുണ്ട്. ആ ഭണ്ഡാരത്തിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു താലപ്പൊലി ഘോഷയാത്രയുണ്ട്. 2ാം ദിവസമായ ചിത്തിര നാളിൽ ദേവിയുടെ ഇഷ്ട വഴിപാടായ പൊങ്കാല അർപ്പണം ഉണ്ടായിരിക്കുന്നതാണ്. കുടുംബത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് പൊങ്കാല അർപ്പിക്കുന്നത്. ഇവിടെ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും നല്ല സഹകരണത്തോടുകൂടിയാണ് ഉത്സവം നടന്നു വരുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും നല്ല സഹകരണത്തോടുകൂടിയാണ് ഇവിടെ ഉത്സവം നടത്തിക്കൊണ്ടുവരുന്നത്. വരും നാളുകളിലും ഇതിലും ഭംഗിയായിട്ട് ഉത്സവം നടത്തുവാനാണ് ഞങ്ങളുടെ തീരുമാനം. പരിശക്കല്ല് ശ്രീപാർവതി സ്വയംഭൂ ക്ഷേത്രത്തിലെത്തി സർവമംഗളവരദായിനിയായ ശ്രീപാർവതി ദേവിയെയും ശിവകുടുംബത്തെയും ദർശിക്കുവാനായത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കരുതുന്നു. ശ്രീകോവിലില്ലാതെ പ്രകൃതിയോടും മനുഷ്യനോടും ഇണങ്ങിച്ചേർന്ന് സർവാനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ശിവകുടുംബത്തിൻ്റെയും മലദൈവങ്ങളുടെയും നാഗദൈവങ്ങളുടെയും സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ മഹാചൈതന്യ ഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. പറക്കാട് ജുവൽസ് ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി